ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. സോ മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പെർമനന്റ് കമ്മീഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10+2 ബിടെക് എൻട്രിയിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10+2 എൻട്രി സ്കീമിലേക്കാണ് പുതിയൊരു അപേക്ഷ. 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2025 ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ തുടങ്ങിയത് 6 ഡിസംബർ 2024 അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. 20 ഡിസംബർ 2024 ലാസ്റ്റ് ഡേറ്റ്. വളരെ പെട്ടെന്ന് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ യോഗ്യരായിട്ടുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. അപേക്ഷ വിളിച്ചിട്ടുള്ളത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നാണ്. മെൻ ആൻഡ് വുമൺ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് സെലക്ട് ആവുകയാണെങ്കിൽ, പെർമനന്റ് കമ്മീഷനാണ്, സ്ഥിര ജോലിയായിരിക്കും. സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ നാവൽ അക്കാഡമി ഏഴിമല, നമ്മുടെ കണ്ണൂരുള്ള നാവൽ അക്കാഡമി ഏഴിമലയിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയായിരിക്കും നിങ്ങൾ ഫസ്റ്റ് തന്നെ ട്രെയിനിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ അവിടെയായിരിക്കും. തുടക്കം നിങ്ങൾ അവിടെയായിരിക്കും, നമ്മുടെ കണ്ണൂരായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 36 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. 7 ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണ്. 2 ജാനുവരി 2006 അതുപോലെ തന്നെ 1 ജൂലൈ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായെന്ന് കരുതുന്ന ഏജിൻ്റെ ക്രൈറ്റീരിയ, ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഡേറ്റിലോ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എലിജിബിലിറ്റി നോക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ പാസ്റ്റ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ 10+2 പാറ്റേണിൽ നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും 70% മാർക്കോട് കൂടി ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. PCMൽ 70% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 50% മാർക്ക് ഇംഗ്ലീഷിൽ, ഒന്നിക്ക +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇംഗ്ലീഷിൽ 50% മാർക്ക് മതി. പക്ഷേ PCMൽ നിങ്ങൾക്ക് 70% മാർക്കോടുകൂടി +2 പാസ്സായിരിക്കണം. +2 സയൻസ് വേണം, PCM ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾ 2024 നടന്നിട്ടില്ല, ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് ഫോർ GMain എക്സാമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് BE BTechന് വേണ്ടിയിട്ടുള്ള GMain എക്സാമിനേഷൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. അത് പാസ്സാവണം എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അതിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങളെ SSB ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഇതിന് പരീക്ഷയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സെലക്ഷൻ പ്രോസസ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ GMain മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ SSB ബേസ്ഡ് ഓൺ GMain ആണ് പറഞ്ഞിട്ടുള്ളത്. SSB ബേസ്ഡ് ഓൺ GMainൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സെലക്ട് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കും. SSB ഇൻ്റർവ്യൂ എന്താണെന്നൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുൻപേ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരുപാട് ആനുകൂല്യങ്ങളും അലവൻസ് ഒക്കെയുള്ള പോസ്റ്റിംഗ് ആണ്, അതായത് ജോബാണിത്. വളരെ നല്ലൊരു സർവീസ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ഇപ്പോൾ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലൂടെ വന്നിട്ടുള്ളത്. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടി താഴെ ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ കൂടി എനേബിൾ ചെയ്യുക.